പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു മുഖ്യധാര വാർത്താ ചാനൽ ഒരിക്കലും പ്രസിദ്ധീകരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമോ വാർത്തയോ അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു വാർത്താ ചാനൽ പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയുണ്ടാകും എങ്കിൽ കേരളത്തിലെ ഇന്ന് നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്നൊരു വാർത്താ ചാനലിൽ വന്ന ഒരു അഭിമുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കണ്ടൻറ് സൈഡിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പറഞ്ഞതുപോലെ അതൊരു സെൻസിറ്റീവ് വിഷയമാണ്. കേരളത്തിലൊരു മുഖ്യധാരാ വാർത്താ ചാനലിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖം നടന്നു. RSSൻ്റെ കേസരി വാരികയുടെ പത്രാധിപനുമായുള്ള അഭിമുഖമായിരുന്നു അത്. ആ അഭിമുഖത്തിൽ ചാനൽ റിപ്പോർട്ടറായ മലബാർ റീജിയണൽ ഹെഡ് അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങളെ ശക്തമായി തന്നെ എതിർക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോൾ തന്നെ സംഘപരിവാർ പ്രചാരകൻ്റെ ചില അത്യന്തം അപകടകരമായ ചില വാദങ്ങൾ യാതൊരു എഡിറ്റിങ്ങുമില്ലാതെ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുക കൂടി ചെയ്തു എന്നത് എത്രമാത്രം അബദ്ധവും മാധ്യമധാർമ്മികതയ്ക്കും മാധ്യമങ്ങളുടെ സൂക്ഷ്മതകൾക്കും ഭംഗം വരുത്തുന്ന ഒന്നാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഉദാഹരണം മുൻപുണ്ട്. എത്രമാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് എന്നത് സംബന്ധിച്ച്. മുൻപ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ അന്നത്തെ മുതിർന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് തൻ്റെ ഓഫീസിലേക്ക് അയക്കുന്നുണ്ട്. 1-ാം പേജിൽ വെക്കാൻ കഴിയുമായിരുന്ന അത്രയ്ക്ക് ശ്രദ്ധ ലഭിക്കുമായിരുന്ന ആ ചിത്രം പക്ഷേ ആ സ്ഥാപനം പ്രസിദ്ധീകരിച്ചില്ല. ആ ഫോട്ടോഗ്രാഫർക്ക് വളരെയധികം വിഷമം തോന്നി. അതിന് കാരണമായി അദ്ദേഹത്തോട് സ്ഥാപനം പിന്നീട് പറഞ്ഞത് ആ ചിത്രം പ്രസിദ്ധീകരിച്ചാൽ സമുദായത്തിന് ചില ആളുകൾക്ക് അത് താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടാകും. മാത്രവുമല്ല അത് മറ്റു പല നരേറ്റീവുകൾക്കും പ്രചോദനമാവുകയോ കാരണമാവുകയോ ചെയ്യും എന്നതുകൊണ്ടാണ് തങ്ങൾ ആ ഫോട്ടോ പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന മാതൃകാപരമായ ഒരു തീരുമാനം ആ സ്ഥാപനം കൈക്കൊണ്ടു. അതൊരു സൂക്ഷ്മതയായിരുന്നു. മാധ്യമങ്ങൾ എന്ത് പ്രസിദ്ധീകരിക്കണം എന്ത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുള്ള ഒരു സ്ഥാപനവും അത്തരത്തിലുള്ള എഡിറ്റർമാരും ഉണ്ടാകുന്നിടത്തു നിന്ന് പിറക്കുന്ന യുക്തമായ തീരുമാനമായിരുന്നു അത്. എന്നാൽ ഈ ചാനലിലെ ഈ അഭിമുഖത്തിൽ വേടൻ്റെ പാട്ടുകൾ ജാതി അധിഷ്ഠിതമാണെന്ന് പറഞ്ഞു തുടങ്ങി അവസാനം അവതാരകനും അതോടൊപ്പം തന്നെ ഈ RSS പ്രചാരകനും കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടെത്തിയിരിക്കുന്നത് ഇസ്ലാം മതത്തിലെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തെറ്റായ ചില അനുമാനങ്ങളിലേക്കും തെറ്റായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്കുമാണ്. അതിനെ പ്രത്യക്ഷത്തിൽ അവതാരകൻ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവതാരകൻ്റെ ആ വിഷയത്തിലെ അജ്ഞതയ്ക്കുമേൽ സംഘപരിവാർ പ്രചാരകൻ ഉഴുതുമറിക്കുന്നതാണ് ആ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘപരിവാർ പ്രചാരകരിൽ അതല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കേണ്ടതുമില്ല. എന്നാൽ കേരളത്തിൽ സമുദായ സാഹോദര്യത്തിനും ഐക്യത്തിനും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും കാവലാകേണ്ട ഒരു മാധ്യമ സ്ഥാപനം ഒരു വർഗീയ പരാമർശം, ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന ചില പരാമർശങ്ങൾ ഒരാൾ നടത്തുമ്പോൾ അതും ലൈവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഇൻ്റർവ്യൂ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡഡ് ആയിട്ടുള്ള പരാമർശം പിന്നീട് അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒഴിവാക്കുവാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അവർ കാണിക്കേണ്ടിയിരുന്നു. അത് കാണിക്കാത്തത് കൊണ്ട് തന്നെ 2 അനുമാനങ്ങളിലേക്ക് നമുക്കെത്താൻ കഴിയും. ഒന്ന്, ആ സ്ഥാപനത്തിനൊരു എഡിറ്റർ എന്ന് പറയുന്ന സംവിധാനം ഇല്ല, അല്ലെങ്കിൽ ആ സ്ഥാപനം ഇത് ബോധപൂർവം ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പൊതുസമൂഹത്തിലേക്ക് വച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്ഥാപനം ആ മര്യാദ കാണിച്ചില്ല. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, പച്ചക്കാ പരാമർശം പൊതുസമൂഹത്തിൽ ഇവർ ചർച്ചയാക്കിയെന്നാണ്. ആ പരാമർശം എന്തെന്ന് ഞാനിവിടെ പറഞ്ഞാൽ ആ ചാനലും സുപ്രഭാതം ചാനലും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ല എന്നതിനാൽ ആ പരാമർശം ഞാനിവിടെ പറയുന്നില്ലെന്ന് മാത്രം. കേരളത്തിലെ ചാനൽ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തുണ്ടെന്ന് വരുത്തിയതിൽ പിന്നെ എന്ത് കാര്യവും വിളിച്ചു പറയാം എന്ന ധാരണ അത്തരം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ തെറ്റാണ്. മാത്രവുമല്ല, ആരിഫ് ഹുസൈൻ പ്രോ ചാനൽ ആവുകയാണ് ലക്ഷ്യമെങ്കിൽ അത് വ്യക്തമാക്കുകയും വേണം. ഒരു വാർത്ത പിറക്കുമ്പോൾ അല്ലെങ്കിൽ സെൻസിറ്റീവാണെന്ന് തോന്നുമ്പോൾ അത് പരിശോധിക്കാൻ എഡിറ്റർമാർ ഉണ്ടാവണം. ഇവിടെ അതുണ്ടായില്ല എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. അത്തരത്തിൽ എഡിറ്റർമാരുള്ള സൂക്ഷ്മതയുള്ള മാധ്യമപ്രവർത്തകരുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നൊരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല, പുറത്തു വരാറില്ല. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അപകടമുണ്ടാകുന്നത് പോലെ ഒരു എഡിറ്റിങ്ങുമില്ലാതെ ചർച്ചയ്ക്ക് വിടാൻ ശ്രമിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന സന്ദേശം മാത്രമാണ് ഇത്തരം മാധ്യമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും നമ്മൾ നൽകുന്നത്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം.
കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.